ഹായ്. നമ്മുടെയൊക്കെ ജീവിതം ഒരു പ്രഷർ കുക്കർ പോലെയാണ്. അടുക്കളയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അറിയായിരിക്കും അല്ലേ പ്രഷർ കുക്കർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന്. ഇതിനുള്ളിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ച് അതിന് മൂടി അടച്ച് വിസിലൊക്കെ ഇട്ട് നമ്മൾ കുറച്ച് തീ കൊടുക്കും. തീ കൊടുത്ത് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ള പ്രഷർ കൂടി പുറത്ത് വരും. ഓരോ ആഹാരം വേകുന്നതിന് ഓരോ തരത്തിലുള്ള വിസിലാണ്. ചിലതിന് 2 മതി, ചിലതിന് 3, 6 ഇങ്ങനെയൊക്കെ വേണം. അപ്പം നമ്മുടെ ജീവിതമായിട്ട് നമുക്കിത് എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും? നമ്മുടെ ജീവിതത്തിലും പല പല സംഭവങ്ങൾ നടക്കാറുണ്ട്. അതുപോലെ തന്നെ പ്രഷറുകൾ കൂട്ടുന്ന തീയുമുണ്ട്. തീയുടെ ചൂടനുസരിച്ചാണ് ഇതിനകത്തുള്ള പ്രഷർ കൂടുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയല്ലേ? പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ ഒരുപക്ഷെങ്കിൽ ചെറിയ പ്രഷറായിരിക്കാം, അല്ലെങ്കിൽ വലുതായിരിക്കാം. പക്ഷെ ഇതിനകത്തുള്ള സാരാംശം എന്ന് പറയുന്നത് ഇതിനകത്ത് പ്രഷർ കൂടിക്കഴിഞ്ഞാൽ അത് പുറത്ത് കളയുക എന്നുള്ളതാണ്. പക്ഷെ പ്രഷർ പുറത്ത് പോയില്ലെങ്കിലോ അതിനകത്തിരുന്ന് വീർപ്പ് മുട്ടി അവസാനം ഈ കുക്കറങ്ങ് പൊട്ടിത്തെറിക്കും. ഇത് കൃത്യമായിട്ട് പ്രഷർ പുറത്തു പോയി അല്ലെങ്കിൽ വിസിൽ അടിച്ചിരുന്നു എങ്കിൽ ഈ പൊട്ടിത്തെറി നമുക്ക് ഒഴിവാക്കാമായിരുന്നു. നമുക്ക് ആരോടെങ്കിലും പറയാനുള്ളത് പറയുകയും സംസാരിക്കാനുള്ളത് സംസാരിക്കുകയും ഹൃദയത്തിനകത്തുള്ള വിഷമങ്ങളും വേദനകളും പങ്കുവെക്കുകയും ചെയ്ത് കഴിയുന്നതാണ് ഈ വിസിൽ പോലെയാണ്. അന്ന് നമുക്ക് ഒത്തിരി വിഷമം കയറി വരുമ്പോൾ നമ്മൾ ആരോടെങ്കിലും ഷെയർ ചെയ്യുന്നു, വിശ്വസ്തരോട് പറയാൻ പറ്റുന്നവരോട് ഷെയർ ചെയ്യുന്നു. നമ്മുടെ ഹൃദയത്തിൽ ആ വേദന അങ്ങ് മാറുന്നു. പക്ഷെ അതല്ല എങ്കിലോ നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു പ്രഷർ വരുന്നു, then അതിങ്ങനെ കൂടിയിരിക്കുമ്പോൾ തന്നെ വിസിൽ പുറത്ത് പോകുന്നില്ല, ദെൻ വീണ്ടും തീ കൂടി വരികയാണ്. ഓരോ പ്രശ്നങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി കടന്നു വരും. നമ്മളത് ഹൃദയത്തിനകത്ത് സൂക്ഷിച്ച് വെച്ചിട്ട് ഒറ്റ പൊട്ടിത്തെറിയാണ്. ഒരുപക്ഷെ എങ്കിൽ അത് കുടുംബ ബന്ധങ്ങളിലുള്ള വിള്ളലായിരിക്കാം, അകൽച്ചകളായിരിക്കാം, കൊലപാതകങ്ങൾ വരെ സംഭവിക്കാം, ആത്മഹത്യ ചെയ്യാം. അതുമല്ലെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്കോ ഒരു സ്ട്രോക്കോ പ്രഷർ കൂടുന്നതോ അങ്ങനെയൊക്കെ ഒത്തിരി തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇത് കൃത്യമായിട്ട് വിസിലടിച്ചാലുള്ള ഗുണം എന്താണെന്നറിയോ? ചുറ്റുമുള്ള ആർക്കും ഒരു പ്രശ്നവുമില്ല, കുക്കറിനും പ്രശ്നമില്ല. പക്ഷെ ഇത് കൃത്യമായിട്ട് വിസിൽ കേട്ടില്ലെങ്കിലോ കുക്കറും പൊട്ടിത്തെറിക്കും, ചുറ്റുമുള്ളതെല്ലാം നശിക്കുകയും ചെയ്യും. ഇതെവിടെയൊക്കെയാണോ ചെന്ന് വീഴുന്നത് അവിടെ എല്ലാം ഇത് നശിപ്പിക്കും. ഇതുപോലെയല്ലേ നമ്മളും? നമ്മുടെ ഉള്ളിൽ ഒരുപക്ഷെ എങ്കിലും ചെറിയ കാര്യങ്ങളായിരുന്നിരിക്കാം, പറഞ്ഞു തീർത്തിരുന്നുവെങ്കിൽ അതിങ്ങ് തീരുമായിരുന്നു. പക്ഷെ ഇത് പറയാണ്ട് നമ്മുടെ ഉള്ളിനകത്ത് വെച്ച് കൂടി വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മളും നശിക്കും, നമ്മുടെ ചുറ്റുമുള്ളവരും നശിക്കും. ഒരുപക്ഷെ എങ്കിൽ നമ്മൾ രോഗികളായിട്ട് മാറും. അല്ലെങ്കിൽ ഒരു സ്നേഹബന്ധത്തിലാണെങ്കിൽ ഒരുപക്ഷെ അത് കൊലപാതകത്തിലേക്ക് പോകാം. അല്ലെങ്കിൽ ഈ പ്രഷർ കൂടി ഈ വേദന താങ്ങാൻ കഴിയാണ്ട് ഒടുവിൽ നമ്മൾ തന്നെ നമ്മുടെ ജീവിതം അവസാനിപ്പിച്ചേക്കാം. അപ്പോൾ നമ്മുടെ ജീവിതങ്ങളിനകത്ത് പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, എൻ്റെ പ്രശ്നങ്ങൾ ആരോട് പറഞ്ഞാൽ മനസ്സിലാകും? എന്നെ ഉള്ളതുപോലെ ആർക്ക് മനസ്സിലാക്കാൻ കഴിയും? ഞങ്ങളെപ്പോലുള്ളവർക്ക് നിങ്ങളെ സഹായിക്കുവാൻ കഴിയും, നിങ്ങളുടെ പ്രശ്നങ്ങളെ കേൾക്കുവാൻ കഴിയും, അതിനെന്തെങ്കിലും പരിഹാരമുണ്ടെങ്കിൽ നിർദ്ദേശിക്കുവാൻ കഴിയും. ഒരുപക്ഷെ ഞങ്ങളെപ്പോലുള്ളവരെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലോ? അപ്പോൾ നിങ്ങൾ വിചാരിക്കാം എൻ്റെ പ്രശ്നം ആരോടും പറയാൻ കഴിയില്ല. ശരി, മനുഷ്യരോട് പറയണ്ട, പക്ഷെ നിങ്ങളുടെ ഹൃദയത്തെ ഉള്ളതുപോലും അറിയുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ സന്നിധിയിൽ പോയി എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്ന് പറയണം. നമ്മൾ ഹൃദയത്തിനകത്ത് വെച്ചുകൊണ്ടിരുന്നിട്ട് ദൈവം എല്ലാം അറിയുന്നു എന്ന് പറഞ്ഞിരുന്നാൽ നമ്മുടെ ഹൃദയത്തിലെ വേദന കൂടി വരും. അല്ല, നമുക്ക് ദൈവസന്നിധിയിൽ കണ്ണുനീരോടും പ്രാർത്ഥനയോടും ഉപവാസത്തോടും ഒക്കെ കർത്താവിന്റെ സന്നിധിയിലിരുന്ന് പറയുമ്പോൾ, വേദപുസ്തകത്തിൽ ഹന്ന എന്നൊരു സ്ത്രീയെ കുറിച്ച് പറയുന്നുണ്ട്. അവൾക്ക് മക്കളില്ലായിരുന്നു. അവളുടെ പ്രതിയോഗി വേറൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾക്ക് 10 മക്കളുണ്ട്. ആ 10 മക്കൾ ഉള്ളതിന്റെ പേരിൽ ഈ ഹന്ന എന്ന സ്ത്രീ ഒത്തിരി വിഷമിച്ചു, ഒത്തിരി വേദനപ്പെട്ടു. അവളുടെ ആ വേദന ഹൃദയത്തിനകത്ത് ചുമന്ന് വെച്ചുകൊണ്ട് നടന്നില്ല. അവൾ ദേവാലയത്തിൽ പോയി. അവളുടെ വാക്കുകൾ പോലും പുറത്തു വരുന്നുണ്ടായിരുന്നില്ല, അവളുടെ ചുണ്ടുകൾ മാത്രമേ അനങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവളുടെ ഹൃദയം മുഴുവൻ അവൾ ദൈവത്തോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവത്തിൽ നിന്ന് അവൾക്കൊരു പരിഹാരമുണ്ടായി. ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം, എൻ്റെ ഈ പ്രശ്നം ആരോടെങ്കിലും പറഞ്ഞാൽ എനിക്കൊരിക്കലും ഒരു പരിഹാരം കിട്ടാൻ പോകുന്നില്ല, ഒരു പ്രശ്നത്തിന് പരിഹാരമില്ല, എൻ്റെ ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ളതല്ലാതെ എനിക്കൊരു പരിഹാരമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പക്ഷേ ഞങ്ങളെപ്പോലുള്ളവർക്കും ഒരു പെർമനന്റ് സൊല്യൂഷൻ പറഞ്ഞു തരാൻ ഒരുപക്ഷെ കണ്ടെന്ന് വരില്ല, നിങ്ങളെ സഹായിക്കാന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഒരു ദൈവമുണ്ട്. എൻ്റെ അടുത്ത് വന്നാൽ നിങ്ങളെ കൈപിടിച്ചേൽപ്പിക്കാൻ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ കരുത്തിൽ മാത്രമേ പറഞ്ഞു തരാനുള്ളൂ, കർത്താവിന്റെ വചനം മാത്രമേ പറഞ്ഞു തരാനുള്ളൂ, പ്രവർത്തിക്കാൻ കഴിയുന്ന ദൈവമേ ഉള്ളൂ. മനുഷ്യന് അസാധ്യമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ. പക്ഷേ മനുഷ്യന് എത്ര കാര്യങ്ങൾ തന്നെ അസാധ്യമായിരുന്നാലും സകലതും സാധ്യമാക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങളുടെ ഹൃദയത്തിലെ വേദനകൾ എന്ത് തന്നെ ആയിക്കോട്ടെ, എത്ര പ്രശ്നങ്ങൾ തന്നെ ആയിക്കോട്ടെ, അത് ഹൃദയത്തിനകത്ത് ഒതുക്കാതെ ഒന്നുകിൽ നിങ്ങൾ കൗൺസിലേഴ്സിനെ, സൈക്കോളജിസ്റ്റുമാരെ, ഞങ്ങളെപ്പോലുള്ളവർ നിങ്ങൾ സമീപിക്കുക, ഞങ്ങൾ നിങ്ങളെ സഹായിക്കും. അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയങ്ങളെല്ലാം
കേൾക്കുവാൻ കഴിയുന്ന, നിങ്ങളെ ഉള്ളതുപോലെ ഒരു ജഡ്ജ്മെന്റും ഇല്ലാതെ നിങ്ങളുടെ വേദന എന്താണ്, നിങ്ങളുടെ സാഹചര്യം എന്താണ്, നിങ്ങളുടെ അവസ്ഥ എന്താണ്, അങ്ങനെ നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ആ കർത്താവിനെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എത്ര വലിയ വേദന ആയിക്കോട്ടെ, എത്ര വലിയ പ്രശ്നമായിക്കോട്ടെ, ഒരിക്കലും പരിഹരിക്കാൻ കഴിയില്ല എന്ന് മനുഷ്യരും നിങ്ങളും ഒരുപോലെ ചിന്തിക്കുന്നതായിക്കോട്ടെ, കർത്താവിന് പരിഹരിക്കാൻ കഴിയും. നമുക്കെല്ലാം കർത്താവിന്റെ സന്നിധിയിൽ പകരാം. അതാവുമ്പോഴത്തേക്കും നമ്മുടെ ജീവിതം കർത്താവ് പണിയും, നമ്മുടെ ചുറ്റുമുള്ളവരുടെ ജീവിതവും പണിയപ്പെടും. ഒരു ആത്മഹത്യയിൽ നിന്നും, ഒരു കൊലപാതകത്തിൽ നിന്നും, കുടുംബ ബന്ധങ്ങളുടെ വേർപെടലിൽ നിന്നും, ബന്ധങ്ങളുടെ തകർച്ചയിൽ നിന്നും, ഡിവോഴ്സുകളിൽ നിന്നും നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ചുറ്റുമുള്ളവരെയും നമ്മളെയും നമുക്ക് സൂക്ഷിക്കാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.